അരികിൽ പതിയിടനെഞ്ചില്ലാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം. മഴയേ ഇളവയിലേ എൻ കനൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി ഞാനല്ലേ. ഓ, അമ്മയായിരുന്നു. അതേടി, ഞാൻ തന്നെ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടാണ് പോയത്? അത് സാമ്പാർ അടുപ്പിലിരിക്കുന്നു നോക്കണമെന്ന്. എന്നിട്ട് നീ നോക്കിയോ? അതെങ്ങനെയാ? ഇവിടെ ദിയ ദിയ എന്ന് പറഞ്ഞ് കിടക്കല്ലായിരുന്നു. നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് അവളുടെ പേര് ഇവിടെ വേണ്ടി പോയേക്കില്ലെന്ന്. ഓ എൻ്റെ അമ്മ, ഇപ്പം അമ്മയ്ക്ക് എന്ത് പ്രശ്നം? ഇപ്പം ഞാൻ പറയുന്നതായി കുറ്റം. എൻ്റെ ദൈവം, നിന്നോട് ഞാൻ പറഞ്ഞു മടുത്ത്. അതിന് അവളെപ്പറ്റി അമ്മയ്ക്ക് എന്തറിയാം? വെറുതെ ഓരോന്നിരുന്നങ്ങ് പറഞ്ഞോളുക. എൻ്റെ പൊന്നുകുഞ്ഞെ, നീ എന്താന്ന് വെച്ചാൽ കാണിക്കുക. എനിക്ക് ആ കുട്ടിയോട് ദേഷ്യമൊന്നുമില്ല. പിന്നെ നീ കാത്തിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ അവളെപ്പറ്റി പറയുന്നതൊക്കെ കേട്ടോണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തുവാ ഇവിടെ പ്രശ്നം? അല്ല, നിങ്ങളിപ്പോൾ ഒന്ന് അതെങ്ങനെയാണ് ഇവിടെ കിടന്ന് ഉറക്കല്ലായിരുന്നു? അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ സാമ്പാർ. ഓ, ഒരമ്മയുണ്ട് സാമ്പാറുണ്ട്. മാറിക്ക് മനുഷ്യ. അയ്യോ അല്ല, നിങ്ങൾ നേരത്തെ വന്നേ? ഓ, എനിക്കെൻ്റെ ഭാര്യയെ കാണണമെന്ന് തോന്നി, ഞാനിങ്ങ് പോന്നു. ഓഹോ, അല്ല രാവിലെ കണ്ടിട്ടില്ലായിരുന്നു അങ്ങോട്ട് പോയത്? രാവിലെ കണ്ടിട്ടാ പോയേ, എന്നാലും ഇപ്പൊ കണ്ടൂടെ? ഇതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങോട്ട് മാറിക്ക്, ഞാൻ അങ്ങോട്ട് പോകാം. അങ്ങനെ അങ്ങ് പോയാലോ? എന്താ? അല്ല, എന്തായിരുന്നു ഇവിടെ പ്രശ്നം? അതിവിടെ സാധാരണ നടക്കാറുള്ളത് തന്നെ, മറ്റേ കഥ. അത് ഞാനൊന്ന് സ്വപ്നം കണ്ടു. എന്നിട്ട് ഞാനിവിടെ ദിയാ ദിയാന്നും പറഞ്ഞിരുന്നു. അതമ്മ വന്നുണ്ട്. എന്നിട്ട് വേറെ നിറച്ച് കിട്ടി. ഹലോ, ഇവിടെ അല്ലേ? ഓ, അപ്പം ദിയ മതിയോ? എന്നെ വേണ്ടേ? ദേൻ്റെ വായിരിക്കുന്ന കേക്കുവേ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇന്ന് കേട്ടിട്ടേ പോന്നുള്ളൂ. എന്ത്? അല്ല, എനിക്കെന്തോ പറയണം, ഞാൻ കേൾക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതോ, ഞാനെന്തോ മറന്നില്ല. എനിക്ക് തുണി ഇരിക്കാനുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് വരാവേ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. നീ ഇവിടെ എന്നടുക്കാവാ കിടക്കാം. ഞാനിവിടെ ചവിട്ടാടകം കളിക്കാം. എന്തേ? ഓ, ആക്കിയതാണല്ലേ? എന്നാൽ ഞാനിവിടെ കൂടാം. ദേൻ്റെ കയ്യിൽ പിച്ചാത്തി ആട്ടായിരിക്കണേ. ആഹാ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. ഓ, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കേൾക്കണം എന്നൊക്കെ പറയണേ. എൻ്റെ ദേവൂട്ടിയെ കാണാൻ എന്നെ ലുക്കാണേ. അല്ല, ഞാൻ എന്തോ പറയാൻ മറന്നിട്ടോ. എന്തായിരുന്നു? നാളെ എനിക്ക് ഓഫ് കേട്ടോ. മറ്റന്നാ നൈറ്റ് ഡ്യൂട്ടിയാണ്. എന്നാ നമുക്ക് കിടക്കാം. എങ്ങോട്ടേ പോണേ? ഉള്ള ദിവസം കൂടെ പോയോ? ദേവോ, അയ്യോ അമ്മ. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാതെ പോയി അങ്ങ് കിടന്നു. പെണ്ണിനെ കൊണ്ട്. ഓ, ഒന്ന് മിണ്ടാണ്ടിരിക്കടി. എന്തിനാ എന്നെയും കൂടെ വലിച്ചോണ്ട് പോയേ? അതമ്മ വന്നിട്ട്. അതിന് നമ്മൾ കാമുനും ഒന്നുമല്ലല്ലോ. അത് പെട്ടെന്ന് ഓർക്കാതെ അങ്ങനെയൊക്കെ ആയിപ്പോയി. അതൊക്കെ പോട്ടെ. നിന്റെ കഥയില്ലേ, അതിൽ ആ കുട്ടി ആരാ? ഏത് കുട്ടി? അല്ല, കണ്ണമ്മോൻ. ഓ, അതോ? അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ശാരദാമ്മയുടെ കൊച്ചുമോൻ.
ഓ എൻ്റെ പൊട്ട, അത് നമ്മുടെ മോൻ. അതിന് നമുക്ക് മക്കളില്ലല്ലോ. ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. മതി, അത് മതി. എന്നാ അങ്ങോട്ട് മാറി നിൽക്ക്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. നീ എന്താന്ന് വെച്ചി? അയ്യോ, വേണമെങ്കിൽ കാണോ? ഉണ്ടാവില്ല. ഒന്ന് പോയി നോക്കിയേക്കാം. വിച്ചേട്ടാ. ഓ, സോപ്പിങ്. എന്താ? ഓ, ഭയങ്കര സീരിയസാ? അല്ല, ഞാനിവിടെ ചവിട്ടാടകം കളിക്കാം. എന്തേ കൂടുന്നോ? ഓ, അതെനിക്കിട്ടല്ലേ. ഇല്ല. ദേവു, ഞാൻ നിനക്കാരാടി? അത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സുഖ. നിങ്ങൾക്കൊന്നറിയോ ചേട്ടാ, ഒരുപക്ഷെ ദേവുവിന് നഷ്ടപ്പെട്ടെന്ന് കരുതിയതെല്ലാം ഇന്ന് ദേവുവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിന് കാരണം വിച്ചു മാത്രം. ആൻഡ് യു ആർ മൈ എവറിത്തിങ്. എന്തെങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. ദേവിക ഇപ്പം വെറും ദേവികയല്ല, ഡോക്ടർ ദേവിക വിവേക്. ദിവസം വെച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി. അമ്മ, ദേവു എന്തേ? അവള് റൂമിലുണ്ട് മോനെ. ആഹാ, ദേ ഇത് വെച്ചോ. ആഹാ, ഇതെന്നാ? ഇനി കുറച്ച് ആയുർവേദിക് ആകാലോ. മീരാമവർമ്മ. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. ഭാര്യയോട് സ്നേഹം കൂടിയിട്ടാവും. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പോൾ വന്ന്? ഞാൻ വന്നിട്ട് 19 കൊല്ലമായി. ഓ, തമാശ. തൽക്കാലം മീനക്കുട്ടിയും ലക്ഷ്മിക്കുട്ടിയും എന്നെ ഇളക്കാതെ ആ കറി അങ്ങോട്ട് ഇളക്കും. ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റ്. വിച്ചു, ആ, പപ്പൻ വന്നായിരുന്നോ? ഞാനും മീനും കൂടെ കുറച്ച് മുമ്പ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നാ ശരി പപ്പ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാവേ. നീ പോയി ഫ്രഷ് ആയിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. ശരി പപ്പ. പതിവില്ലാതെ സംസാരിക്കണം നോക്കിയോ? എന്തായിരിക്കും? എന്തിലോട്ടെ. വിച്ചു റൂം തുറന്ന് ദേവന്റെ അടുത്ത് പോയി. അവൾ നല്ല ഉറക്കമായിരുന്നു. അവൻ മെല്ലെ അവളുടെ നെറ്റിയിലൊന്ന് തലോടി ഒരുമ്മ കൊടുത്തു. എന്നിട്ട് അടുത്ത് കിടക്കണ ആ കുട്ടിക്കുറുമ്പിക്കും ഒരുമ്മ കൊടുത്തു. അച്ഛൻ്റെ ചൂട് അനുഭവപ്പെട്ടോണ്ട് അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അവിടെ നിന്നും എണീറ്റു. ദേവു പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൾ കുറച്ച് നീങ്ങിക്കിടന്നു. വായിരിക്കെ. അവൻ ചെറുപുഞ്ചിരിയോടെ അവിടെ ഇരുന്നു. എൻ്റെ ദേവൂട്ടി നല്ല ഉറക്കമായിരുന്നല്ലോ. എന്നെ പറ്റി എണീറ്റ്? അവൾ ഒന്ന് കണ്ണു ചിമ്മി പുഞ്ചിരിച്ചു. എന്നെ പറ്റി? ഒന്നുമില്ല. ദേ നോക്കിക്കേ, അവള് നല്ല ഉറക്ക. അതെ അതെ, അമ്മയുടെ അല്ലേ മോള്. ഓ, നിങ്ങൾക്ക് പിന്നെ ഉറക്കമില്ലാത്ത പോലെ ആണല്ലോ. ആഹാ, അപ്പോഴേക്ക് അങ്ങ് പിണഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞല്ലേ എൻ്റെ പൊട്ടിക്കാളി. അതൊക്കെ പോട്ടെ. വിച്ചേട്ടാ, വിച്ചേട്ടാ. ഓ, ഞാൻ കേൾക്കണുണ്ട്, നീ പറയ്. നമ്മുടെ കുഞ്ഞിനെ കണ്ടോ? അവളെ എന്നാ വിളിക്കുക? അവൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ദിയ. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ഒരു പുഞ്ചിരിയോടെ തന്നെ ഏറ്റവും മനസ്സിലാക്കിയ വ്യക്തി എന്ന രീതിയിൽ അവനെ ഒന്ന് നോക്കി. അവൻ പെട്ടെന്ന് ഒരു പൊതി അവളുടെ കയ്യിൽ കൊടുത്തു. എന്താ ഇത്? സർപ്രൈസാ, തുറന്നു നോക്കാം. അവൾ എണീറ്റിരുന്ന് ആ പൊതി അഴിച്ചു. അത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് മറ്റൊന്നുമല്ലായിരുന്നു, ഒരു ബുക്ക്. അവൾ
ദ ഹൈഡൻ സ്റ്റോറി ഫ്രം ദ ഹാർട്ട്, അതിൻ്റെ ഒരു പതിപ്പ്. ദേവു അത് കണ്ടതും പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് അവളുടെ ചെവിയിലായി അവൻ മന്ത്രിച്ചു, ഐ ആം ഓൾവേസ് വിത്ത് യു. വിവേക് സത്യ, ദേവിക വിവേക്, അവരുടെ പ്രണയം അവസാനിച്ചിട്ടില്ല. ഇണക്കവും പിണക്കവും എല്ലാമായി അവരുടെ ജീവിതം ഇവിടെ തുടങ്ങുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ കുറേ ചോദ്യങ്ങൾ ബാക്കി. ഗായത്രി, മെറിൻ, ക്രിസ്റ്റി, അലക്സ്, ദിയ. ഗായത്രിയും ജീവേട്ടനും ഓർമ്മ വെച്ച നാൾ മുതൽ വഴക്കാണെങ്കിലും അവർ പോലും അറിയാതെ പ്രണയിച്ചു. അവസാനം രണ്ടുപേരും ഒന്നാകാൻ തീരുമാനിച്ചു. രണ്ടുപേരും അവരുടെ തിരക്കുകളുമായി ബാംഗ്ലൂർ സെറ്റിൽഡാണ്. പിന്നെ അവരുടെ ഇടയ്ക്ക് ഒരാളോടെ വന്നു. അതെ, ഞങ്ങളുടെ എല്ലാവരുടെയും അപ്പൂട്ടൻ. ഇപ്പം അവൻ്റെ പുറകെ നടക്കലാണ് ഗായത്രിയുടെ പണി. ആൻഡ് ദ സെക്കൻഡ് വൺ, എൻ്റെ കുട്ടിക്കുറുമ്പി മെറിൻ. അവൾ ജോബ്, ഫാമിലി എല്ലാവരും ബിസിയാണ്. ലൈഫിനെ പറ്റി ചിന്തിക്കാൻ പോലും ടൈമില്ല. അവസാനം ഒരിടത്ത് അവൾ വീണു. മാത്യു, അതെ, അവളുടെ സ്വന്തം മാത്യു. ആൻഡ് നെക്സ്റ്റ് മന്ത് 16 അവളുടെ കല്യാണമാണ്. എല്ലാവരും വരണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എല്ലാവരും ഒരിക്കൽ വെറുപ്പോടെ നോക്കിയാൽ ക്രിസ്റ്റി. അല്ല, എൻ്റെ ക്രിസ്റ്റി ചേ. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യം കാണും. അതിനുശേഷം പുള്ളി ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു. അവസാനം മനസ്സിലാക്കി സ്നേഹം അത് പിടിച്ചു വാങ്ങുന്ന ഒന്നല്ല, രണ്ട് മനസ്സ് തമ്മിൽ ചേരുന്നതാണ് പ്രണയമെന്ന്. പിന്നെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അവസാനം ഇച്ചാനും വന്നു ഒരാൾ, മറ്റാരുമല്ല, ഡോക്ടർ ജെനിഫർ. അതെ, ജെനി ചേച്ചി തന്നെ. ഡോക്ടർ അലക്സ്, നമ്പർ 1 സർജൻസിൽ ഒരാൾ. ഇപ്പോഴും ലൈഫ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ലൈഫ് പാർട്ട്ണറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയണം. ഈ കഥ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം, ദിയ ആരാണവൻ? ഒരു ഹായ് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കുഞ്ഞു മാലാഖ. നീ എനിക്ക് ആരെ എന്ന ചോദ്യത്തിനുള്ള മറുപടി വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, വാക്കുകൾക്കും അപ്പുറമാണ് നീ എന്ന വ്യക്തി എൻ്റെ മനസ്സിൽ. ദിയ, മറക്കാൻ കൊതിക്കും തോറും ഓർമ്മയുടെ താളുകളിൽ പതിഞ്ഞ പേര്. ഈ കഥ അവസാനിച്ചിട്ടില്ല. ഇനിയും ഈ കഥയ്ക്കൊരു അവസാനം ഉണ്ടെങ്കിൽ അത് നിന്റെ തിരിച്ചു വരവിലാവും. റിട്ടൺ ബൈ ഡോക്ടർ ദേവിക. എന്നിലീണം മഴയ